ഫസ്ബിന സാക്കിർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. തൊപ്പിയുടെ പിന്നാലെ മറ്റേ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അതിനുശേഷമാണ് ഇപ്പം ഇവൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴ വെച്ചിട്ട് കണ്ട ഒരു ഓട്ടോക്കാരന്റെ കൈ കാണിച്ച് അതിനകത്ത് കയറി സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങേര് വെള്ളം അടിച്ചെന്ന് പറഞ്ഞിട്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കാച്ചി. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ. ഫസ്മിനയുടെ അക്കൗണ്ടിലേക്ക് ഓടിച്ചാടിയത് കാണാൻ പോകണ്ട. ആളതെന്തായാലും മുക്കിയിട്ടുണ്ട്. ആളത് മുക്കിയാലും സാരമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും വലിയ ധാരണ വേണമെന്ന് വിചാരിച്ച നടക്കുമോ? സ്റ്റുഡിയോ എന്നാണ് ആള് കേട്ടത്. ഇവൾക്ക് സ്റ്റുഡിയോയിലാത്രേ പോവേണ്ടത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണേ? എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. എടേ വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയില് വെച്ചോ. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാണ്. എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം വന്ന് തെളിയിക്കുന്ന ഫസ്മിന. ഈ കാര്യത്തിൽ എന്ത് തെളിവ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഓട്ടോ പോയെന്ന്. ഈ വളഞ്ഞും പുളഞ്ഞും ഓട്ടോ പോകുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പുള്ളി വെള്ളം അടിച്ചെന്ന്. കറക്റ്റാണല്ലേ? ഇത് പുള്ളി ചോദിക്കുമ്പോ എനിക്കത് കേട്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് പുള്ളി നിന്റെ വർത്താനം കേട്ട് അന്താളിച്ചിരിയോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനെ പറഞ്ഞ പോലെ മനസ്സിലായ.